ഈ ബിഗ് ബോസ് മലയാള സീസണുകളിൽ ഇതിൽ ഇതുവരെ ഒരാളെ ഇതേ കണക്ക് ഫ്രൈ ചെയ്തിട്ടില്ല. റോസ്റ്റിംഗ് എന്ന് തന്നെ പറയാം. ഒരു വ്യക്തിയെ ഒരു എപ്പിസോഡ് ഫുള്ള് ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ ഇങ്ങനെ റിയാക്ട് ചെയ്ത് പോകും പല രീതിയിലും. ഞാൻ കാലത്ത് എത്രയോ വലിയ ഇംഗ്ലീഷ് തെറികൾ കഴിഞ്ഞ സീസണിൽ വിളിച്ച് ഈ സീസണിൽ തന്നെ പലരും വിളിച്ചിരിക്കുന്നു. തെറി ഡയറക്റ്റായിട്ട് വിളിച്ച് ഇവർ മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതൊന്നുമില്ലാതെ സിബിൻ ഒരു ആക്ഷൻ കാണിച്ചു, കസേരയിൽ ഇടിച്ചു, ഇതിലൊരു ആക്ഷൻ കാണിച്ചു എന്നും പറഞ്ഞ് ആണ് അവനെ ഒരു എപ്പിസോഡ് ഫുൾ അതിന് വേണ്ടിയാണ് ബിഗ് ബോസ് ടീമും മോഹൻലാലും കൂടെ ഉപയോഗിച്ചത്. പറയണത് ഇതുവരെ ഒരു സീസണിൽ ഇതിനൊക്കെ ഒരാൾ അറ്റാക്ക് ചെയ്ത് കാണില്ല. സാധാരണ അവിടെ കണ്ടസ്റ്റൻസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബിഗ് ബോസ് ടീമും ആങ്കർ എന്നുള്ള രീതിയിൽ മോഹൻലാലും കൂടെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യായിരുന്നു. ഞാൻ തകരയൊന്നുമില്ല. അവിടെ നിന്ന് എല്ലാ ക്യാമറയുടെ അടുത്ത് പോയി എനിക്ക് ആരും വോട്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞ് വോട്ടില്ലാതെ വോട്ട് സത്യമാണെങ്കിൽ ആ ആഴ്ച ഞാൻ ഇറങ്ങി വെളി വന്നേനെ. അതാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ദിവസം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. സത്യം ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ മൈക്കിൻ്റെ അപ്പുറത്ത് പട്ടി വരയ്ക്കണമെന്നും കാക്ക കരയണമെന്നും കിളി പോകണമെന്നും അണ്ണി ഇരയ്ക്കണമെന്നൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിലെ അതിഭയങ്കരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. സിബിൻ ക്വിറ്റ് ചെയ്ത് പോകണമെന്ന ആവശ്യവുമായി മൈക്കൊക്കെ ഉരുവെച്ച് ബിഗ് ബോസിനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ബിഗ് ബോസും മോഹൻലാലും കൂടെ സിബിനെ കുറച്ച് വെള്ളം കുടിപ്പിച്ചതാണ്. അതിൻ്റെ പ്രത്യാഘാതകം മോഹൻലാലിനെ പ്രത്യാഘാതകം എന്നുള്ള രീതിയിൽ സിബിൻ റിയാക്ട് ചെയ്തിരിക്കുകയാണ്. ശരിക്കും അന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഞാനായിരുന്നെങ്കിൽ സിബിൻ്റെ സ്ഥാനത്തെങ്കിൽ അവിടെ ഇറങ്ങി എല്ലാ ക്യാമറകളുടെ മുമ്പിൽ പോയി പറയും എനിക്ക് ആരും വോട്ട് ചെയ്യരുത്, ദയവ് ചെയ്ത് എനിക്ക് ആരും വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് കളിക്കണമെന്ന് ഞാൻ വിചാരിച്ചു പേഴ്സണലായിട്ട്. കാരണം ഒരു വ്യക്തിയെ എത്രത്തോളം ഈ ബിഗ് ബോസ് മലയാള സീസണുകളിൽ ഇതിൽ ഇതുവരെ ഒരാളെ ഇതേ കണക്ക് ഫ്രൈ ചെയ്തിട്ടില്ല. റോസ്റ്റിംഗ് എന്ന് തന്നെ പറയാം. ഒരു വ്യക്തിയെ ഒരു എപ്പിസോഡ് ഫുള്ള് ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ ഇങ്ങനെ റിയാക്ട് ചെയ്ത് പോകും പല രീതിയിലും. ഞാനായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് റിയാക്ട് ചെയ്തേനെ. എല്ലാ ക്യാമറകളും അവിടെ സ്മൂത്തായിരുന്നു. എല്ലാ ക്യാമറയുടെ മുമ്പിൽ പോയി പറയും എനിക്ക് ആരും വോട്ട് ചെയ്യരുതേ, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അതായിരുന്നു എൻ്റെ പ്ലാൻ. ഞാനായിരുന്നു അങ്ങനെ ആയിരിക്കും ചെയ്യുമായിരുന്നത്. കാരണം അവിടെ കളിക്കുന്നവരാണ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ. ഇത് ബിഗ് ബോസ് ചിലപ്പോൾ ഒരു ടാക്റ്റിക് ഇട്ടതായിരിക്കും, പക്ഷെ പാളിപ്പോയി. പാളിയെന്ന് വെച്ചാൽ വൻ പാളലാണ്. അങ്ങനെ ഒരു ടാക്റ്റിക് അവർ നോക്കിയതാണെങ്കിൽ ഇവനെ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവന് ഇത്ര റീച്ച് കൂട്ടാനോ ആൾക്കാരുടെ സപ്പോർട്ട് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനോ അറിയാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ പാളിപ്പോയി. കാരണം അവൻ്റെ ഒരാളുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. അതിനൊരു എന്തെങ്കിലും ഒരു ആഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ വീഴും. പിന്നെ തിരിച്ചു വരാനിപ്പോൾ എന്തോ സൈക്കോളജിസ്റ്റിൻ്റെ കഴിഞ്ഞ പഴയ സൈക്കോളജിസ്റ്റ് അവിടെ പോകണം. മറ്റേ ജാസ്മിനെയും ഗബ്രിയൊക്കെ പൊക്കിയെടുത്തോണ്ടോന്നില്ലയോ, ഭയങ്കര പൊക്കിയെടുപ്പായി പോയി കേട്ടോ. അപ്പോൾ അവരെ ഉപദേശമൊക്കെ വേണമെന്ന് അവൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച ദിവസത്തെ സംഭവം മോശം. ഇപ്പോൾ ഒരാൾ ആലോചിക്കുകയാണ്, അവനെ പൊക്കി നിർത്തി പവർ റൂം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ വ്യത്യസ്തത എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സാധനമാണ് പവർ റൂം. ഓരോ റൂമും കെട്ടിയിട്ട് പവർ റൂം, സർവാധികാരി എന്നാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ കുറേ ആഴ്ച നമ്മൾ കണ്ടു പവർ റൂം, പവർ റൂം കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതൊക്കെ പരാജയപ്പെട്ട് നാട്ടുകാരുടെ അഭിപ്രായത്തിലാണ് എന്താണ് വൈൽഡ് കാർഡ് ഒരു കാലത്തും ഇല്ലാതെ 6 പേരെ കയറ്റി വിട്ടത്. അപ്പോൾ അതിനുശേഷം ഷോ എൻ്റർടൈൻമെൻ്റ് ആവുകയും പലരും കാണുകയും ചെയ്തു. അതിലേറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് സിബിൻ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ അവൻ അങ്ങനെ ചെയ്തു. ഇപ്പം പവർ ടീമിലെ പല നടപടികൾ മാത്രമല്ല, അവൻ മറ്റേ ജാസ്മിനെതിരെ ആംഗ്യം കാണിച്ചിട്ടുണ്ട്. ഇതിനെക്കാലം എത്രയോ വലിയ ഇംഗ്ലീഷ് തെറികൾ കഴിഞ്ഞ സീസണിൽ വിളിച്ച് ഈ സീസണിൽ തന്നെ പലരും വിളിച്ചിരിക്കുന്നു. തെറി ഡയറക്റ്റായിട്ട് വിളിച്ച് ഇവർ മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതൊന്നുമില്ലാതെ സിബിൻ ഒരു ആക്ഷൻ കാണിച്ചു, കസേരയിൽ ഇടിച്ചു, ഇതിലൊരു ആക്ഷൻ കാണിച്ചു എന്നും പറഞ്ഞ് ആണ് അവനെ ഒരു എപ്പിസോഡ് ഫുൾ അതിന് വേണ്ടിയാണ് ബിഗ് ബോസ് ടീമും മോഹൻലാലും കൂടെ ഉപയോഗിച്ചത്. അവനെ അങ്ങനെ ഫയർ ചെയ്ത് ഡൗൺ ആക്കി ഡയറക്റ്റ് നോമിനേഷനിൽ പണിഷ്മെൻറ്റ് കൊടുത്ത് പവർ റൂമിൽ നിന്ന് പുറത്ത് ഓടണമെന്നൊരു തീരുമാനം ഉണ്ടാക്കി. അപ്പം അവൻ ഒരു മനുഷ്യൻ ആലോചിച്ചു, അത്രയും പേര് അവിടെ തന്നെ ഉണ്ട്. മോഹൻലാലിനെ പോലൊരു വ്യക്തിത്വം നിന്ന് വഴക്ക് പറയുന്നു, ഇത്രയും ആൾക്കാർ കാണുന്നൊരു ഷോയാണ് എന്നൊക്കെയുള്ള സംഭവം വെച്ച് ഒരു മനുഷ്യൻ്റെ ഇതിൽ കോൺസെൻട്രേറ്റ് ഇത്രയും കുറ്റങ്ങൾ ആരോഗ്യപ്പെടുത്തി ഇത്രയും ശിക്ഷയും കൊടുക്കുകയാണ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ കൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗെയിം നടത്തിയിട്ട് അതും അവനെ കളിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ അത്രയും ഒരാളുടെ മനസ്സിനെ ഇതുവരെ ഇതുവരെ ഒരു സീസണിൽ ഇതിനൊക്കെ ഒരാൾ അറ്റാക്ക് ചെയ്ത് കാണില്ല. സാധാരണ അവിടെ കണ്ടസ്റ്റൻസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബിഗ് ബോസ് ടീമും ആങ്കർ എന്നുള്ള രീതിയിൽ മോഹൻലാലും കൂടെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. അതൊരു വല്ലാത്തൊരു അതിശയമായിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു, ഇങ്ങനെ ഒരാൾ അറ്റാക്ക് ചെയ്യുമോ. അപ്പോൾ അത് സ്വാഭാവികമാണ്. അവൻ്റെ ഒരു മനുഷ്യനാണ്, അവൻ്റെ മനസ്സ് വേദനിക്കുകയാണ്, അവൻ ഇങ്ങനെ പ്രതികരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ചു വരുമെന്നൊന്നും എനിക്കറിയില്ല. അവനീ കാണിക്കുന്നത് നമ്പരാണോ എന്ന് പറഞ്ഞ പ്ലെയറാണ്, അറിയില്ല. പക്ഷേ എന്തായാലും ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യായിരുന്നു. ഞാൻ തകരയൊന്നുമില്ല. അവിടെ നിന്ന് എല്ലാ ക്യാമറയുടെ അടുത്ത് പോയി എനിക്ക് ആരും വോട്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞ് വോട്ട് സത്യമാണെങ്കിൽ ആ ആഴ്ച ഞാൻ ഇറങ്ങി വെളി വന്നേനെ. അതാണ് ചെയ്യുന്നത്. അപ്പം
ഞാൻ പറയുന്നത് സിബിൻ അവിടെ നിന്ന് നിർത്തി ഇറങ്ങി വരണമെന്നാണ് ആഗ്രഹം, എൻ്റെ പേഴ്സണലായിട്ട്. അതാണ് ചങ്കുറ്റം എന്ന് പറയുന്നത്. ഇത്രയും പ്രതിഷേധം കാണിച്ചിട്ട് ഈ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഇതിൽ പേരിൽ അവിടെ വീണ്ടും നിൽക്കുന്നതിൽ താല്പര്യമില്ല. തകർന്നു കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകണം, അത് ആരായാലും. എനിക്ക് വ്യക്തിപരമായിട്ട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളൊരു പയ്യനാണ്, അവൻ നിന്ന് ജയിക്കണം, നന്നായിട്ട് കളിക്കുന്ന പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ഇതുവരെ ആർക്കും ഈ സീസണിൽ വോട്ട് കൊടുത്തിട്ടില്ല. എൻ്റെ അമ്മയെ കൊണ്ട് സത്യം ഞാൻ ഇതുവരെ ആർക്ക് വോട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ അവസാന നിമിഷം, ഇനി ദിവസങ്ങളുണ്ട് നമുക്ക് ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇപ്പം നിലവിൽ എനിക്ക് സിബിനായിരുന്നു ഇഷ്ടം, സത്യം പറയാമല്ലോ. കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതിൽ രസകരമായ നമ്മളെ ജിൻഡോപ്പനും കൊള്ളാം, ഇവനും കൊള്ളാം, അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ആവറേജ് എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലിരുന്നപ്പോൾ ഇങ്ങനെ സംഭവം കഴിഞ്ഞ ശനിയാഴ്ച സംഭവിച്ചത് വളരെ മോശമായിപ്പോയി. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. പല യൂട്യൂബ് ചാനലിലും വരുന്നുണ്ട് ബിഗ് ബോസിനെ വെള്ളം കുടിപ്പിച്ച് സിബിൻ എന്നൊക്കെ പറഞ്ഞ്. അതിനൊക്കെ എന്തിനാണ് മാനം കിടണം, അവനെ അങ്ങ് പിറക്കി വിട് പുറത്ത്. ഞാൻ അതാണ് പറയുന്നത്, തകർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരായാലും എത്ര നല്ല പ്ലെയറായാലും അവിടെ നിർത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ മണിക്കൂട്ടൻ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ പറഞ്ഞിടക്ക് അവനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടൊന്ന് കപ്പ് കൊടുത്ത ടീമാണ് ബിഗ് ബോസ്. അപ്പോൾ അതേണൊക്കെ ഒരു വിജയം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായപ്പോലും അത് എനിക്ക് താല്പര്യമില്ല. അവന് വീണ്ടും ഇവിടെ തുടങ്ങി ഇത് താല്പര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ദിവസം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, സത്യം ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ മൈക്കിൻ്റെ അപ്പുറത്ത് പട്ടി വരയ്ക്കണമെന്നും കാക്ക കരയണതും കിളി കോണതും അണ്ണി ഇരയ്ക്കണതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു അവിടെ പോയിരുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഒരു കണ്ടൻറ്റും ഇല്ല അവിടെ. മറ്റേ പോയി പാവാട വള്ളി കെട്ടി മണപ്പിച്ചുകൊണ്ട് കിടപ്പുണ്ട് അവിടെ, മറ്റേ ഗബ്രിയും ജാസ്മിനും കൂടെ. സ്വാഭാവികം അല്ലേ, വേറെ എന്തിരിക്കേ. എന്തായാലും നമുക്ക് കുറച്ചു നേരം കാത്തിരിക്കും. ഇപ്പോഴത്തെ ഇത്ര നേരം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ആ ചെറുക്കൻ്റെ അവസ്ഥ. അപ്പോൾ അത്രയേ ഉള്ളൂ, എന്തായാലും കാത്തിരുന്ന് കാണാം. വല്ലാത്തൊരു സീസണായിപ്പോയി കേട്ടോ. എന്തായാലും വ്യത്യാസം മാറ്റി പിടിക്കാമെന്നല്ലേ, നന്നായിട്ട് മാറ്റി പിടിച്ചോണ്ടിരിക്കുകയാണ് കിഴങ്ങ്.